ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1685. ഇന്ന് ഓഗസ്റ്റ് മാസം 11-ാം തീയതി, 224-ാമത്തെ ദിവസത്തിലെത്തി. മറിയമെന്ന അമ്മയിൽ നിന്ന് പുറത്തു വന്ന യേശുവിനെ ദൈവപുത്രൻ എന്നാണ് വിശുദ്ധ വേദഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അമ്മയായ മറിയത്തിനുള്ള വിശേഷണം എന്താണ്? ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിരുന്നു, കൃപ നിറഞ്ഞവൾ. ദൈവത്തിന്റെ മുഖം സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവദൂതന്മാരിൽ ഒരുവനാണ് ഗബ്രിയേൽ. നസ്രയത്തിലെ മറിയമെന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞതാണ്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. എപ്പോഴാണ് ഒരാളിൽ ദൈവത്തിന്റെ കൃപ വന്ന് നിറയുന്നത്? ദൈവം തിരുമനസ്സാകുമ്പോഴാണ്. മാത്രമാണ് ഒരു വ്യക്തിയുടെ ചില ഉത്തരവാദിത്തങ്ങളില്ലേ, സ്വന്തം ജീവിതത്തില് നന്മകളെ നിറയ്ക്കാനായിട്ട് ഒരു വ്യക്തി ശ്രമിക്കണ്ടേ? അങ്ങനെ ഒരാൾ പതിയെ നന്മകളാൽ നിറയുമ്പോൾ അതിന്റെ പിന്നാലെ ദൈവത്തിന്റെ കൃപ വന്ന് പൊതിഞ്ഞ് നിൽക്കത്തില്ലേ? നമ്മളെല്ലാം ദൈവകൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, കാത്തിരിക്കുന്നവരാണ്. പക്ഷെ അതിനായി വലിയ ഒരുക്കമൊന്നും നടത്താനായിട്ട് നമ്മൾ മുതിരുന്നില്ല, ധൈര്യപ്പെടുന്നില്ല. അതിനുവേണ്ടി ഒന്നും ത്യജിക്കാനായിട്ട്, അതിനുവേണ്ടി ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധരാവുന്നില്ല. ദൈവം ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതാണ് കൃപ വന്ന് നിറഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം. മറിയത്തിൽ തിളങ്ങി വിളങ്ങി നിറഞ്ഞിരുന്ന ഗുണങ്ങളാണ് മറിയത്തെ പതിയെ നന്മ നിറഞ്ഞവളാക്കി മാറ്റുന്നത്. അതിനുമീതെ ദൈവം മറിയത്തെ മശിഹായുടെ അമ്മയായി തിരഞ്ഞെടുക്കുകയാണ്. അവളെ ആത്മാവ് കൊണ്ട് നിറയ്ക്കുകയാണ്. അങ്ങനെയാണ് ദൈവകൃപ നിറഞ്ഞവളായി മറിയം മാറുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് തക്കവിധം ഞാൻ നന്മ കൊണ്ട് എന്നെ തന്നെ സ്വയം നിറച്ചിട്ടുണ്ടോ? നന്മകളാൽ സ്വയം നിറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് അന്വേഷിക്കട്ടെ. അമ്മ വഴികളിലൂടെ സഞ്ചരിക്കുന്ന, യേശുവിലെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വയം ഒന്ന് ചോദിക്കണം, അവനവനിൽ എന്തുമാത്രം നന്മ സ്വരൂപിച്ചിട്ടുണ്ട്? അതോ തിന്മയുടെ, ദുഷ്ടതയുടെ, ദുരാലോചനയുടെ വഴികളിലാണോ ഓരോരുത്തരുടെ ജീവനും ജീവിതവും എത്തിയിരിക്കുന്നതും വിശ്രമിക്കുന്നതുമൊക്കെ? അതൊന്ന് ഉറപ്പുവരുത്തുവാനും നന്മയെ സ്വീകരിപ്പാനും സാംശീകരിപ്പാനും ഉൾക്കൊള്ളുവാനുമായിട്ട് അതിനുമേത് ദൈവത്തിന്റെ കൃപ വന്ന് നിറയാനായിട്ട് പ്രാർത്ഥിപ്പാനും കഴിയണ്ടേ? ആമേൻ.